ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഭദ്രകാളി മഹാത്മ്യവും ഉദ്ദിഷ്ട കാര്യസിദ്ധി മന്ത്രങ്ങളും. മഹാശക്തി സ്വരൂപിണിയും പരബ്രഹ്മപുത്രിയും മഹാവീര്യ പ്രഭാവയും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ഇന്ദ്രാദി ദേവന്മാരുടെയും തേജസ്സുകൾ ഇവയെല്ലാം സമന്വയിപ്പിച്ച് ആവിർഭവിച്ചവളുമാണ് ഭദ്രകാളി. നമുക്കറിയാം, ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട്. ഭദ്രകാളിയെ നമ്മൾ ഭജിക്കാറുണ്ട്. കൊടുങ്ങല്ലൂരമ്മ, ചോറ്റാനിക്കരമ്മയെല്ലാം നമ്മൾ തൊഴാറുണ്ട്. ശിവന്റെ കോപരൂപമായ തേജസ്സും ഭദ്രകാളിക്ക് ലഭിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ശിവന്റെ കോപരൂപമായ തേജസ് ഭദ്രകാളിക്ക് ലഭിച്ചതും ഇതുകൊണ്ട് തന്നെയാണ്. കാളി എന്നും ഭൈരവി എന്നും അറിയപ്പെടുന്നു. അമ്മയെ നമ്മൾ കാളി എന്നും മഹാകാളി എന്നും ഭദ്രകാളി എന്നും അറിയപ്പെടുന്നു. ഭൈരവി എന്നറിയപ്പെടുന്നു. ആദി വ്യാധി മഹാമോഹദ്രോഹ ദോഷവിനാശിനിയാണ് അമ്മ. നമ്മുടെ ആദിവ്യാധികളൊക്കെ അകറ്റിത്തരും, നമ്മുടെ ദോഷങ്ങളൊക്കെ അകറ്റിത്തരും, നമ്മൾക്ക് അനുഗ്രഹം തരും. ഇതെല്ലാം അമ്മ ചെയ്യുന്നുണ്ട്. ഭദ്രകാളിയെ ഉപാസിക്കുന്നവർക്ക് ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ഏതാണോ ആവശ്യപ്പെടുന്നത് അത് ലഭിക്കും എന്നുള്ളതാണ്. അമ്മയോട് നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത്, ആ ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ ഏതാണോ നമുക്ക് വേണ്ടത് അത് അമ്മ തരും. ഭദ്രകാളി മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് നല്ലതാണ്. ശത്രുക്കളെ കൊന്നുകളയാനും ശത്രുക്കളെ നമ്മളിൽ നിന്ന് അകറ്റിക്കളയാനും ഒക്കെ അമ്മയ്ക്ക് സാധിക്കും. കൊടുങ്കാളി മന്ത്രം നിത്യവും ജപിച്ചാൽ ദുർദേവതാ പീഡകളും സർവ്വവ്യാധിയും എല്ലാം ശമിക്കും. ഇപ്പൊ നമുക്ക് രോഗങ്ങളും ദുരിതങ്ങളൊക്കെ വല്ലാതെ ഉണ്ടെങ്കിൽ കൊടുങ്കാളി മന്ത്രം ജപിക്കുകയും കൊടുങ്കാളി മന്ത്രം കൊണ്ട് എഴുതിയ രക്ഷാ കവചമായി ധരിക്കുകയൊക്കെ ചെയ്താൽ മതി. ശത്രു സംഹാരത്തിന് ചില മന്ത്രങ്ങളുണ്ട് ഭദ്രകാളിയില്. ഓം കാളി, കാളി, മഹാകാളി, രക്തകാളി, കാളി, ഐം കാളി, ക്ലീം ശ്രീം മഹാഭദ്രകാളി, രക്ഷ രക്ഷ ഹും ഫൾ സ്വാഹ. ഇത് ശത്രുസംഹാര മന്ത്രമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ ഭദ്രകാളി കാളിപ്പത്തൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ. ഓം കാളി, കാളി, മഹാകാളി, രക്തകാളി, കാളി, ഐം ക്ലീം ശ്രീ മഹാഭദ്രകാളി, രക്ഷ രക്ഷ ഹും ഫൾ സ്വാഹ. ഈ മന്ത്രം എല്ലാ ദിവസവും നിങ്ങൾ 108 തവണയൊക്കെ ജപിക്കുകയാണെങ്കിൽ കുളിച്ച് ഒരു ചുവന്ന കുങ്കുമം കൊണ്ടൊരു കുങ്കുമക്കുറിയൊക്കെ ഇട്ട് അമ്മയെ മഹാമായെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഈ ഭദ്രകാളി മന്ത്രം ജപിച്ചാൽ, കാളി മന്ത്രം ജപിച്ചാൽ, കരിങ്കാളി മന്ത്രം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളൊക്കെ ഓടിയകലും. അടുത്ത ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് നമ്മൾ ജപിക്കുന്ന കാളി മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉദ്ദിഷ്ട കാര്യസിദ്ധി, നമുക്ക് ഒരു കാര്യം പ്രധാനമായിട്ട് കുറെ കാലം നടക്കാതിരിക്കുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യസിദ്ധിയാണ്. വളരെ ഭയഭക്തിയോടെ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം കാളി ബ്രഹ്മകാളി, വിഷ്ണു കാളി, ഈശ്വരക്കാളി, സദാശിവക്കാളി, സദാനിഗ്രഹി, ഇങ്ങനെ സർവസംഹാരകാളി, മഹാമായേ ഘനഘന, എരി എരി, ഹുദ ഹുദ, ഹും ഫൾ സ്വാഹ എന്ന ഈ ഉദ്ദിഷ്ടകാര്യ മന്ത്രം നിങ്ങൾ ജപിക്കാം. ഒന്നുകൂടെ പറഞ്ഞു തരാം, മന്ത്രങ്ങൾ തെറ്റണ്ട. ഓം കാളി ബ്രഹ്മകാളി, വിഷ്ണുകാളി, ഈശ്വരക്കാളി, സദാശിവകാളി, സദാനിഗ്രഹി, സർവസംഹാരകാളി, മഹാമായേ ഹന ഹന, എരി എരി, ഹുദ ഹുദ, ഹും ഫൾ സ്വാഹ.